ഭാരത US ഇടക്കാല വാണിജ്യ കരാർ ധാരണയിൽ മാനദണ്ഡങ്ങൾ അംഗീകരിച്ച് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. ഭാരതത്തിന് മേൽ ചുമത്തിയ 25% അധിക താരിഫ് 18% അമേരിക്ക കുറച്ചു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന് മേൽ ചുമത്തിയ പിഴ താരിഫ് ഒഴിവാക്കുന്നതിനുള്ള ഉത്തരവും ട്രംപ് ഒപ്പുവച്ചിട്ടുണ്ട്. ഭാരതത്തിൽ നിന്നും വാങ്ങുന്ന വിമാന ഘടകങ്ങൾക്ക് ചുമത്തിയ താരിഫും അമേരിക്ക ഒഴിവാക്കുകയാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്നും $500 ബില്യൺ ചരക്കുകൾ ഭാരതം ഇറക്കുമതി ചെയ്യും. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഭാരതത്തിന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫിൽ ഗണ്യമായ കുറവ് വരുത്തി. ആ പ്രഖ്യാപനം ആദ്യം ഡൊണാൾഡ് ട്രംപാണ് നടത്തിയത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച ധാരണ ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന നടത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഐസൺ. തീർച്ചയായും വിനോദ്, സംയുക്ത പ്രസ്താവന വളരെ കൃത്യമായി പറയുന്നത് ഭാരതത്തിനെതിരെ ചുമത്തിയ, അതായത് 50% താരിഫായിരുന്നു നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ. 50% താരിഫിൽ 25% പിഴ അധിക താരിഫും അതുപോലെ തന്നെ 25% റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പിഴ താരിഫുമായിരുന്നു. ഈ 2 താരിഫിലുമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 25% അധിക താരിഫ് 18% ചുരുക്കിക്കൊണ്ട് നേരത്തെ തന്നെ അത്തരത്തിലൊരു തീരുമാനമുണ്ടായത് നമുക്കറിയാവുന്നതാണ്. ട്രംപും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അംഗീകരിക്കുകയും അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഫ്രെയിംവർക്ക് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് എന്നാണ് ഏറ്റവും പുതിയ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരു രാജ്യങ്ങളും ഇത് സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഏതാണ്ട് ഒരു മണിക്കൂറുകൾക്ക് മുമ്പാണ് പുറത്തുവിടുകയും ചെയ്തത്. ആ സംയുക്ത പ്രസ്താവനയുടെ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനു പുറമെ ഏറ്റവും പ്രധാനപ്പെട്ടത് 50% ഭാരതത്തിനെതിരെ ചുമത്തിയ താരിഫിൽ ഏറ്റവും പ്രധാന ഘടകമായ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട 25% അധിക താരിഫും കുറയ്ക്കുന്നതിനുള്ള ഒരു ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചുവെന്നാണ്. അപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 50% നിന്നും താരിഫ് നിരക്ക് ഒറ്റയടിക്ക് 18% കുറയ്ക്കുന്ന ഒരു വ്യാപാര കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഭാരതവുമായുള്ള ഒരു വ്യാപാര ധാരണയ്ക്ക് ഫെബ്രുവരിയിൽ തന്നെ 2025 ഫെബ്രുവരിയിൽ തന്നെ പ്രധാനമന്ത്രിയുമായി ധാരണയിലെത്തിയിരുന്നു. അത്തരത്തിലൊരു പ്രധാനമന്ത്രി അമേരിക്കയിലെത്തിയപ്പോൾ ഒരു ധാരണ എത്തിയിരുന്നു. അത്തരത്തിലുള്ള ഒരു ധാരണയുടെ പശ്ചാത്തലത്തിലുള്ള ഘടകങ്ങളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ ഫ്രെയിംവർക്കിൽ ഉൾച്ചേർത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന എയർക്രാഫ്റ്റ് ഘടകങ്ങൾ, അതായത് വിവിധങ്ങളായ എയർക്രാഫ്റ്റിന്റെ വിവിധ ഘടകങ്ങൾ ഭാരതത്തിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. അത്തരത്തിൽ കയറ്റുമതി ചെയ്തിരുന്നവയ്ക്ക് ചുമത്തിയിരുന്ന താരിഫുകളാണ് അടിയന്തരമായി കുറച്ചുകൊണ്ട് മറ്റൊരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ അലുമിനിയം, സ്റ്റീല്, കോപ്പർ തുടങ്ങിയവയിലും സമാനമായ നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഭാരതത്തിന്റെ എക്സ്പോർട്ടിന് അനുകൂലമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ചുമത്തിയ താരിഫിലും ചില നിയന്ത്രണങ്ങളും കുറവുകളും വരുത്തുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് $500 ബില്യൺ വാണിജ്യ ഇടപാടുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ സംയുക്തമായി നടത്തുന്നതിന്, ഇരു രാജ്യങ്ങളും തമ്മിൽ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു പ്രധാന ധാരണ കൂടിയാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ആ ധാരണ പ്രകാരം അമേരിക്കയിൽ നിന്നും $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ ഭാരതം വാങ്ങുകയും ചെയ്യും. ഇത്തരത്തിൽ സ്വാഭാവികമായും അതിൽ അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുകയും ചെയ്യും. പക്ഷേ ഭാരതത്തിന്റെ കാർഷിക താല്പര്യങ്ങൾ, ഡയറിയും അതുപോലെ തന്നെ അനുബന്ധ വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. അക്കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമായും ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശാലമായ ഒരു വാണിജ്യ ധാരണയിലേക്ക് തന്നെയാണ് ഭാരതവും അമേരിക്കയും കടക്കുന്നത് എന്നാണ് ഈ പുതിയ സംയുക്ത പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ചില നിലപാടുകളാണ്. എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട നിലപാടിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ അധിക താരിഫ് ചുമത്തിയ നടപടി പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ട്രംപ് പുറപ്പെടുവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും കാലങ്ങളായി ഭാരതത്തിന്റെ വാണിജ്യ ബന്ധങ്ങളെ കൃത്യമായ ഒരു പ്രതിരോധമായി നിന്നിരുന്ന, അമേരിക്ക വാണിജ്യ ബന്ധത്തിൽ പ്രതിരോധമായി നിന്നിരുന്ന ഏറ്റവും സുപ്രധാന ഘടകമായ അധിക താരിഫുകൾ 50% നിന്നും, മൊത്തം 50% നിന്നും ഒറ്റയടിക്ക് 18% ചുരുങ്ങുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങൾ പരസ്പരം കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ നിരവധിയുണ്ട് എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ ഭാരതത്തിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഒരുപോലെ പ്രയോജനകരമാവുന്ന ഒരു ഇടക്കാല വാണിജ്യ
ധാരണയാണ്, ഉഭയകക്ഷി വാണിജ്യ ധാരണയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് എന്നാണ് വൈറ്റ് ഹൗസ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നത്. ഐസൻ ജോസ്, അതേപോലെ തന്നെ ഐസൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന പ്രത്യേക താരിഫ് അത് വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ള തീരുമാനം. പക്ഷേ റഷ്യ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാരതം എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് അത് നിർത്തലാക്കും തുടങ്ങിയ കാര്യങ്ങളൊന്നും ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്ന നടപടി അവസാനിപ്പിക്കുന്നില്ല. ആ നടപടി തുടരുമ്പോൾ തന്നെയാണ് അമേരിക്ക പഴയ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതില്ലേ ഐസൺ? തീർച്ചയായും അമേരിക്കയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെ ഈ ധാരണയിൽ, ഭാരതവുമായി ധാരണയിൽ എത്തുന്നതിന് ഏറ്റവും നിർണായകമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. അമേരിക്കയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അവിടെ പാർലമെന്റ് അംഗങ്ങൾ നേരിട്ട്, കോൺഗ്രസ് അംഗങ്ങൾ നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റിന് കത്ത് നൽകുന്ന സാഹചര്യം, അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭാരതവുമായുള്ള ബന്ധം നശിപ്പിക്കുന്നത് തെറ്റായ ഒരു പ്രകടനമായിരിക്കും, അല്ലെങ്കിൽ തെറ്റായ ഒരു സന്ദേശമായിരിക്കും നൽകുക എന്ന കൃത്യമായ നിലപാട് US പാർലമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലാതെയും പലതരത്തിലും അതിശക്തമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്ക ഭാരതവുമായുള്ള ഈ അധിക താരിഫുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അധിക താരിഫ് ചുമത്തുന്ന ആ സാഹചര്യത്തിൽ തന്നെ സാമ്പത്തിക വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇത്തരത്തിൽ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വൻ താരിഫ് ചുമത്തിയാൽ അത് വലിയ തോതിൽ ഒരു ആഘാതം സൃഷ്ടിക്കും. അവിടുത്തെ വിപണിയെ, അതല്ലെങ്കിൽ അമേരിക്കൻ കൺസ്യൂമർ വിപണിയെ പോലും അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് കൃത്യമായ ഒരു ബോധ്യം അമേരിക്കയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുന്നതിനുള്ള ഒരു നീക്കം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലഫോണിൽ സംസാരിക്കുന്നതും അവർ ധാരണയിലെത്തുന്നതും പരസ്പരം ഇത് സംബന്ധിച്ചുള്ള ധാരണകൾ, അതായത് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ആദ്യം ഇക്കാര്യം ട്രംപാണ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ നിമിഷങ്ങൾക്കകം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരികയും ചെയ്യുമ്പോൾ കൃത്യമായും ഒരു രാഷ്ട്രീയ സമ്മർദ്ദം അമേരിക്കയിൽ ട്രംപിനെതിരെ, ഭാരതത്തിനെതിരെ ചുമത്തിയ താരിഫുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രധാന വിഷയം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം വിദേശകാര്യ വക്താവിന്റെ പ്രസ്താവനയിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എണ്ണ വാങ്ങുന്നത് ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. അത് വെനസ്വേലയുടെ വിഷയത്തിൽ ഒരു പ്രത്യേക പരാമർശവും അദ്ദേഹം നടത്തി. വെനസ്വേലയുടെ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശം എന്ന് പറയുന്നത് എണ്ണ വെനസ്വേലയിൽ നിന്നും വാങ്ങേണ്ടത് ആവശ്യമെങ്കിൽ വാങ്ങുക തന്നെ ചെയ്യുമെന്ന നിലപാടാണ്. അതിൽ നിന്നും പ്രത്യക്ഷമായ ഒരു സൂചനയുണ്ട്, അധിക താരിഫ് ചുമത്തിയാലും ഇല്ലെങ്കിലും ഭാരതത്തിന്റെ ഊർജ്ജാവശ്യങ്ങൾക്കനുസരിച്ച് ഭാരതം എവിടെ നിന്ന് എണ്ണ വാങ്ങണം, ക്രൂഡ് ഓയിൽ വാങ്ങണം, എവിടെ നിന്ന് അത് ഏത് തരത്തിൽ ഇത് ശുദ്ധീകരിച്ച അല്ലെങ്കിൽ അത് റിഫൈൻ ചെയ്ത വിപണി ഏത് രാഷ്ട്രങ്ങൾക്ക് ലഭ്യമാക്കണം എന്നതൊക്കെ ഭാരതത്തിന്റെ ഇടപാട് മാത്രമാണ്. അക്കാര്യത്തിൽ മറ്റ് താല്പര്യങ്ങൾക്ക് വിധേയമാകില്ല എന്ന നിലപാട് പറഞ്ഞിരുന്നു. ഈ നിലപാട് പലതവണ പലതരത്തിൽ ഭാരതം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വിദേശകാര്യ വക്താവിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇത് ഊന്നിപ്പറയുന്ന സാഹചര്യങ്ങൾ തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിലെ താരിഫ് കുറച്ച ഒരു പശ്ചാത്തലത്തെ പരിശോധിക്കേണ്ടത്. 25% റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട താരിഫ് കുറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 18% അധിക താരിഫ് കുറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഭാരതത്തിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഓട്ടോമോട്ടീവ് ഘടകങ്ങൾ, അതുപോലെ വിമാന ഘടകങ്ങൾ, അതുപോലെ തന്നെ ഏവിയോണിക്സുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, മറ്റു ഉൽപ്പന്നങ്ങൾ, ലോഹ ഉൽപ്പന്നങ്ങളുടെ താരിഫും കുറച്ചിരിക്കുന്നു എന്നതാണ്. രാഷ്ട്രീയ സമ്മർദ്ദം ഉൾപ്പെടെ അതിന് പിന്നിലുണ്ട് അമേരിക്കയിൽ എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വളരെ വ്യക്തമാണ്. ഭാരതത്തിന് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന താരിഫ് ഗണ്യമായി വെട്ടിക്കുറച്ചിരുന്നു. ഇത് സംബന്ധിച്ച പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ സംയുക്തമായി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.